കൂവാതെ കാര്യം പറയടി. രാജേഷ് സാറിന് പകരം പുതിയ സാറാ വരുന്നേ. ആര് വന്നാലും പഠിക്കുന്ന ബോൾ സബ്ജക്റ്റ് അല്ലേ, പിന്നെന്ത്? മോനെ സാഗറേ, നിന്റെ കോളേജിലുള്ള ഗേൾസിന്റെ ഇടയിലുള്ള ഈ ഡിമാൻഡില്ലേ മൂക്കും കുത്തി വീഴാൻ പോകുക, അതും ആ സാറിന്റെ മുന്നിൽ. ആളെ ചുള്ളന. അതാരാ പുതിയൊരു അവതാരം? അവതാര പ്രതികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്കിപ്പോ പേര് പ്രണവ് ദാസ് എന്നാണ്. കാണൂ, ഇതിലെ സാർ വരുന്നു. Good afternoon, guys. Sit. കിളികൾ പറന്നതോ പ്രണയം വിടന്നതോ പുഴകൾ നിറഞ്ഞതോ ഇതെവിടുന്ന പാട്ട്? ബീജിമോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആടി. കോപ്പറേറ്റ് വീഴാതിരിക്കാൻ ഞാൻ തന്നെ പാടിയിട്ടത്. കോപ്പറേറ്റാ? ആ കൊച്ചു എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുന്നില്ല. ഏത് കൊച്ച്? ഈ കൊച്ച്. ഓ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എവിടെയുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ്? ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സാ? നീ മടങ്ങിയിരിക്കടി. എന്തോ പറ്റിയിട്ടുണ്ട്. ഞാനെന്നെ പരിചയപ്പെടുത്താം. മൈസെൽഫ് പ്രണവ് ദാസ്. ഞാനിവിടെ പുതിയ ആളാണ്. പഠിച്ചതൊക്കെ അമേരിക്കയിലായിരുന്നു. നാട്ടിലോട്ട് വന്നിട്ട് ഫോർ 3 years. പോകെ അതൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ട്. സാർ മാരീഡ് ആണ്. ശവം കേട്ടില്ലേ? അവൾക്ക് എന്തൊക്കെ അറിയണം. എന്താ മോളെ നിനക്കൊരു ആട്ടം? മനസ്സിലാകുന്നുണ്ട്. പുളി മാരീഡ് അല്ല. അതെന്താ മാഷേ, വല്ല തേപ്പും കിട്ടിയോ? ഇവള് എന്താ? അയ്യോ ദേവി, ചതിച്ചു. Hey you, stand up. What's your name? നന്ദിനി. Full name? നന്ദിനി ശങ്കർ. നാളെ മുതൽ എന്റെ ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ പാരന്റ്സ് ഓർ ഗാർഡിയൻ വന്ന് പറയണം. ഓക്കെ? അയ്യോ സാർ, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. I don't need your explanation. Please leave നന്ദിനി. ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ ഗാർഡിയനായിട്ട് വാ. ഇതെന്താ എന്റെ കണ്ണു പറയുന്നേ? ഇവരെന്താ കരിയുവാണോ? തനിക്കും കൂടെ പോണോ? അയ്യോ വേണ്ട സാർ. ദേവി, ഇയാളെന്റെ കാലനാണോ? അതെ, ഒന്ന് നിന്നേ. എന്താ സാർ? ടേപ്പ് കിട്ടിയിട്ടുമുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. അതിന്റെ ഷേഡ് ഒന്ന് മാറട്ടെ. ഇയാളാരും കാസനോറിയോ? എന്തൊക്കെയോ പഠിപ്പിക്കുന്നു. ആദ്യ ക്ലാസ് ഞാൻ ഗെറ്റ് ഔട്ട്. സാറെന്താ പറഞ്ഞേ? അതോ, അത് നിന്റെ അമ്മായി അമ്മ പെറ്റുവെന്ന്. എന്തോന്ന് കേട്ടൂടാ? എടി, നിന്റെ അമ്മായി അമ്മ പെറ്റുവെന്ന്. പട്ടി പൊളി അടുത്തത്. Hey, you also get out. ഞാൻ നിന്നോട് എന്താണ് ചെയ്തേ? എന്തോ എങ്ങനെ? അയ്യടാ, നിന്നെ കെട്ടോട്ടടിച്ചതേ നിന്റെ കയ്യിൽ ഇരിപ്പോണ്ട. അല്ല, ഇനി എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നേ? വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോകാം. ചേച്ചി, 2 ഉള്ളി വട. എന്താ മക്കളെ, നിങ്ങൾക്കിപ്പോ ക്ലാസ് ഇല്ലേ? ഒന്നും പറയണേ എന്ത് ചേച്ചി. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ പുതിയ സാർ വന്ന് കേറിയില്ല. അങ്ങനെ ഞങ്ങളെ കെട്ടടിച്ചു. സ്വഭാവവും രൂപവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു മുരട്ട് കാള. നിങ്ങൾ ഈ പറയുന്നത് പ്രണവിനെ കുറിച്ചാണോ? ഇന്ത്യച്ചിക്കറിയാവോ? ഓ, അതൊക്കെ വലിയ കഥയാ ചേച്ചി. പിന്നെ ഒരിക്കൽ പറയാം. മോളെ, എന്താണ്? എന്ത് വേണ്ട മോളെ, വേണ്ട മോളെ. ഒന്ന് പോടി. ഞാനാകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവളുടെ ടെൻഷനോ? എന്തിന്? അയാള് പറഞ്ഞത് നീയും കേട്ടതല്ലേ? ക്ലാസ്സിൽ കയറണമെങ്കിൽ എന്റെ ഗാഡി വന്ന് കാണണം.
ഓ പിന്നെ LKG പിള്ളേരല്ലേ പാരന്റ്സിനെ കൂട്ടി വരാൻ. നീ അത് വിടുവെന്നെ, എന്നിട്ട് വേറെ പണി നോക്ക്. എടി എന്നാലും എന്നാലും ഇല്ല. ദേ ഈ ഉള്ളിവട കയറ്റ്. ചേട്ടാ ഞാൻ സ്ട്രോങ് കോഫിയും കൂടെ. നന്ദു ദേ നിന്റെ കാള. അയാള് വന്ന് കാല് കുത്തിയില്ല. അതിന്റെ ഇടയില് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കഴിച്ചത് മതി, നീ ഇങ്ങോട്ട് വാ. നന്ദിനിയല്ലേ അത്? ചേട്ടാ ഇതും കൂടെ കഴിക്കട്ടെ. ഇവിടെ ഇരുന്നു, ഞാൻ പോണു. അങ്ങനെ അങ്ങ് പോയാലോ? താൻ പോണു മുരട്ടക്കാളെ. ഈ വിളി തനിക്ക് ഒരു മാറ്റവുമില്ല. എന്താ ഇവിടെ നടക്കുന്നേ? അതിനി ഈ ജന്മത്ത് മാറാൻ പോകുന്നില്ല. അത്രക്ക് വേണോ? താൻ പോണു മുരട്ടക്കാളെ. അങ്ങോട്ട് മാറി നിൽക്ക്. അതെ, ഐ എം സീരിയസ്. ഗാർഡിയൻ ഇല്ലാതെ നിന്നെ ഞാൻ എന്റെ ക്ലാസ്സിൽ കേട്ടില്ല, കേട്ടോ നന്ദിനി ശങ്കർ. ഇയാൾ പോണോ? ക്ലാസ്സിൽ പോടി, കറങ്ങി നടക്കാതെ. ഇയാള് വടി. നന്ദു നിക്ക്, നിൽക്കവിടെ. എന്താ ഷാർജ, നിനക്ക് നേരത്തെ അറിയാമോ? അയാൾ എങ്ങനെ ഇത്ര ധൈര്യത്തോടെ നിന്നോട് സംസാരിക്കുന്നേ? എടി ആരാ അയാള്? അറിയാം, എന്റെ കാലൻ. എന്തൊക്കെ അറിയണം? ശരി, ഇപ്പൊ എങ്ങനെ ഇരിക്കണം? അലീന ജേക്കബ്, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ സെലക്ടഡ്. ഇതെന്താ BA? അതെ, ആക്ച്വലി ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തത് ഈ കമ്പനിയിൽ ഒരു മോഡലിന് ആവശ്യമുണ്ടെന്നുള്ള അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാ. ഇതിപ്പോ എന്റെ റെസ്യൂമെ എടുത്ത് നോക്കാം. ആൻഡ് മോഡൽ, അതാണ് എന്റെ പാഷൻ. അയ്യോ, അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ് മാഡം. നിങ്ങൾ ഇത് ഒന്നും കൂടെ ചെക്ക് ചെയ്യും. ഇനി നെയിമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്? ഇല്ല മാഡം, ഇത് മിസ്റ്റേക്സ് വരാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ MD ഒന്ന് കണ്ട് സംസാരിക്കും. ആ വഴി പോയ ഫസ്റ്റ് കാണുന്നത് MD സാറിന്റെ ക്യാബിൻ. ചെന്നാൽ മതി. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ സർ, എന്റെ പേര് അലീന ജേക്കബ്. ഈ കമ്പനി ഇറക്കുന്ന ന്യൂ പ്രോഡക്റ്റിന് ഒരു മോഡലിന് ആവശ്യമുണ്ടെന്നുള്ള അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തത്. അതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞതാണ്. ഇപ്പോൾ പറയുന്നത് പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടാണ് പോസ്റ്റ്. എന്താ സാർ ഇത്? തന്റെ CV ഞാൻ കണ്ടു. ഇവിടെ ഇപ്പോൾ മോഡലിനേക്കാൾ ഇമ്പോർട്ടന്റ് ഒരു PA ആയിരുന്നു. എന്തുകൊണ്ടും അതിന് താൻ പെർഫെക്റ്റ് ആണ്. എന്റെ പൊന്നു സാർ, ഉള്ളത് പറയാലോ. ഈ കമ്പനിയുടെ മോഡലായാൽ 4 ആൾ അറിയുമെന്ന് കരുതിയ അപ്ലൈ ചെയ്തത്. ഞാൻ പഠിച്ച കോഴ്സൊക്കെ പാരന്റ്സിന്റെ താല്പര്യം കൊണ്ട് മാത്രമാണ്. ഇപ്പോഴത്തെ ജോബും കൂടി. സത്യം പറയാലോ, എനിക്ക് കുത്തിയിരുന്ന് ജോലി ചെയ്യാൻ വയ്യാത്തോണ്ടാ, അല്ലാതെ മടിയുള്ളത് കൊണ്ടല്ല. താൻ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ എങ്ങനെയാ? താനൊന്ന് ട്രൈ ചെയ്ത് നോക്കണോ? പിന്നെ മോഡലിംഗ് ഈ ജോബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നോക്കാലോ. അത് ഇവിടെയെങ്കിൽ ഇവിടെ. പ്ലീസ്, എനിക്ക് ഒരു ചാൻസ് തന്നു നോക്ക്. കുട്ടി, ഈ പ്രോഡക്റ്റിന് പറ്റിയ ഒരു ഫേസ് ഓൾറെഡി സെലക്ടഡ് ആണ്. ഇനി അത് മാറ്റാൻ കഴിയില്ല.
ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ കൂടെ തനിക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അലീന ജേക്കബ്, ഹു ഈസ് ഷീ? എക്സ്ക്യൂസ് മീ, അലീന അല്ലേ? ഞാൻ മധുബാല, നിങ്ങളുടെ നെയ്ബറാ. അയ്യോ അറിയാം. എന്താ ഇവിടെ? ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നേ, മാർക്കറ്റിംഗ് മാനേജർ. ഓ അല്ല, താൻ എന്താ ഇവിടെ? ഓ എന്റെ കാര്യമൊന്നും പറയണ്ട. ഫുഡ് കഴിച്ചായിരുന്നോ? ഇല്ല, കഴിക്കണം. വാ, നമുക്ക് ക്യാൻറ്റീനിൽ ചെല്ലുന്നില്ല. ആ, ഒരു കണക്കിന് വൈഷ്ണവ് സാർ പറഞ്ഞതിൽ കാര്യമുണ്ട്. അതുപോലെ ചെയ്യുന്നത് തന്നെയാ നല്ലത്. ഒരുപാട് പേര് ട്രൈ ചെയ്ത പോസ്റ്റാ ഇയാൾക്ക് കിട്ടിയത്. അറിയാം മധു. അല്ല, ഈ സിയോയുടെ ക്യാബിൻ കാണാനാണെങ്കിൽ ഇന്ന് എന്തായാലും പറ്റില്ല. ആളിവിടെ ഇല്ല. നാളെ മോർണിംഗ് ഷാർപ്പ് 9:30 ആളിവിടെ എത്തും. പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ആളെന്താ ടെററോ? ടെറർ ആണോ എന്ന് ചോദിച്ചാൽ ആകാം, ആകാതെ ഇരിക്കാം. പേടിക്കാനില്ല. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാമോ? അറിയാം. കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ വായിച്ചായിരുന്നു. പിന്നെ ഇവിടെ കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് വിമൻ എംപവർമെന്റിനല്ലേ. ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. അപ്പോൾ പേടിക്കണമെന്നില്ല. അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇനിയിപ്പോ നാളെ മുതൽ രണ്ടാൾക്ക് ഒരുമിച്ച് വരാമല്ലോ. അതെ. അല്ല, കൂടെ വരുന്നുണ്ടോ? ഇല്ല, സ്കൂട്ടി ഉണ്ട്. സ്കൂട്ടി ഉണ്ടല്ലേ? ഒരു കണക്കിന് ഡ്രൈവിംഗ് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് സത്യമാണ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. ഞാൻ സ്കൂട്ടിയിലാണ് വന്നത്. കാറിന്റെ ലൈസൻസ് എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ്. ആഹാ, അതെ, ഈ പേടിയൊക്കെ മാറ്റിയിട്ട് ഓടിക്കണ്ടേ? പേടി മാറ്റണം. വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വണ്ടി വിളിക്കാൻ ഓടുന്ന സമയം മതി ആളെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. അങ്ങോട്ടല്ലേ? ഇന്നില്ല, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ആണോ? ശരി, അപ്പൊ നാളെ കാണാം. ശരി. സിദ്ധു, എന്താടാ കാണണമെന്ന് പറഞ്ഞേ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ സിംഗപ്പൂറുള്ള ആ കോസ്മെറ്റിക്സ് കമ്പനി ആയിട്ടുള്ള ഒരു ഡീൽ. ആദ്യം ഷോക്ക് ആയിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ അതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. വാവ്, കൺഗ്രാറ്റ്സ് മാൻ. ഇങ്ങനെ പോയാൽ നീ അങ്കിളിനെ കടത്തി വെട്ടോ? പക്ഷേ എന്റെ ഈ സന്തോഷം ആ കമ്പനി ആയിട്ടുള്ള ഡീൽ മാത്രമല്ല. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നേ? മീറ്റിങ്ങിന് വരുന്നത് വേറെ ആരുമല്ല, അവൻ വില്യം. എടാ, നീ നോക്കണ്ട, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് ചില കാര്യങ്ങൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. അവൻ ഇന്ന് ഇന്ത്യയിൽ ലാൻഡ് ആകും, ഡൽഹിയില്. You never knew. Tell me, can you see me coming through? I'm gonna be the dawn over you.
ഇവിടെ 2:30 ഒക്കെ ആയപ്പോൾ എത്തി. വന്ന ഉടനെ ഒന്ന് കിടന്നു. ഒറ്റപ്പെടുമ്പോൾ മാത്രം ഓർമ്മകൾ നിറയുന്നൊരു ഒറ്റമുറിയുണ്ട് ഓരോ മനുഷ്യനിലും. അതിന്റെ താക്കോല് സ്വയം തന്നെയാണെന്ന് തിരിച്ചറിയാൻ ഏതൊരു മനുഷ്യനും സമയമെടുക്കും. ഇത് ഒരു പുതിയ തുടക്കം. ചേട്ടാ, ഒരു കോൾഡ് കോഫി കൂടെ. അത് അയാളല്ലേ? ഡ്രാക്കുള. കോലമാണ്. എന്റെ 8,000 രൂപ ഒറ്റയടിക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ വന്ന് ബിരിയാണി കേട്ടുന്നു. എന്റെ മാതാവേ, ഇയാൾക്ക് എന്ത് പണി കൊടുക്കും? ഇതാ കോഫി. ഐഡിയ ഉണ്ട്. സോറി അറിഞ്ഞോണ്ട് അല്ല, അറിയാതെ പറ്റിപ്പോയതാ. അയ്യോ, ചൂട്ടിലൊക്കെ ആയല്ലോ. പേടിക്കണ്ട, ദേ തൊട്ടടുത്ത് ഷോപ്പിംഗ് മോൾ ഉണ്ട്. കൂടെ ഞാനും വരാം. തനിക്ക് ഇഷ്ടമുള്ള ഡ്രസ് എടുത്ത് സ്വന്തമായിട്ട് പേ ചെയ്തോ. താൻ പോണോ? പകലും നീതാനേ, കടലും അലയും ഉറയും നീതാനേ, ഉടലും ഇതിലും മുന്നിലും നീ. Are you okay? വിടടോ, പെണ്ണും കെട്ടാരെ പിടിക്കുന്നു. Excuse me, what? താൻ പോണോ? Idiot. ഷാർപ്പ് ടൈം ആണല്ലോ. Come in, sit here. Alina, I have a good news for you. എന്താ സാർ? താനിപ്പോൾ സിയുടെ പി എം മാത്രമല്ല, ഈ കമ്പനിയുടെ മോഡൽ കൂടെയാണ്. റിയലി? താങ്ക് യു സോ മച്ച് സാർ. അതിന്റെ ന്യൂ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഈ ഫയലിലുണ്ട്. ഇത് സി ഏൽപ്പിച്ചിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഈ മണിയൊക്കെ മാറ്റിക്കോ. തനിക്കിപ്പോൾ 2 ഡ്യൂട്ടിയാണ്. ശരി സാർ. അപ്പോൾ വെൽക്കം ടു RS പെർഫ്യൂംസ് ആൻഡ് കോസ്മെറ്റിക്സ്. എന്റെ ആള് പാവമാ. സ്റ്റാഫ്സിനോടൊക്കെ നല്ല വിനയത്തോടെ മാത്രമേ സംസാരിക്കൂ. പക്ഷേ സിഎം അങ്ങനെയല്ല. ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അയാൾ ഇതുവരെ ഇവിടെ ചിരിച്ചു പോലും കണ്ടിട്ടുണ്ടാവില്ല. ബട്ട് ഹീസ് ഹാൻസം. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഗേൾ സ്റ്റാഫ്സ് എല്ലാം അയാളുടെ കട്ട ഫാൻസാ. പിന്നെ വർക്കിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആൻഡ് സാറിന് ഒരു അസുഖമുണ്ട്. അയ്യോ, ആണോ? എന്ത്? അതോ, പുള്ളിക്കാരൻ ഒടുക്കത്തെ നീറ്റാണ്. ഒരു പൊടി പോലും ഇവിടെ കാണാൻ പാടില്ല. എല്ലാം നല്ല നീറ്റായിരിക്കണം. ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം എത്ര സർവൻസ് ഉണ്ടെന്നറിയുമോ? പിന്നെ നീ ഈ ഓഫീസ് മൊത്തത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിലത്ത് പോലും ഒരു തരി ഡസ്റ്റ് ഉണ്ടോ? ആരെങ്കിലും
എന്തെങ്കിലും അലങ്കോലമാക്കിയാൽ അവർക്ക് പിന്നെ കണ്ണു പൊട്ടുന്ന ചീത്തയും പണിഷ്മെന്റും ഒക്കെ ഉണ്ടായിരിക്കും. എന്റെ മാതാവേ, കൂടി ഇനാണല്ലോ അസുഖം. നീറ്റോഫോബിയ. നീറ്റോഫോബിയയോ? അതെ, നിനക്കത് നേരത്തെ പറയാമായിരുന്നു. എന്നിട്ടെന്ത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് എന്റെ ആവശ്യമായി പോയില്ലേ? അല്ല, നിങ്ങൾ എങ്ങനെ ഇയാളെ സഹിക്കുന്നു? നമ്മൾ ശരിക്കും വർക്കൊക്കെ ചെയ്താൽ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ നമ്മുടെ കമ്പനിയുടെ മെയിൽ മോഡൽ സാർ തന്നെയാണ്. അതൊരു അടാർ ഐറ്റമാണ് മോളെ. എന്തൊക്കെ ആയാലും എന്റെ സാറിന് അത്ര വരില്ല. അതെന്താ? അതൊക്കെ ഉണ്ട്. നീ പോയിട്ട് വാ. പിന്നെ താനും ഇപ്പോൾ ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. ഞാനോ? എല്ലാം ഞാൻ പറഞ്ഞു തരാം. നീ ചെല്ല്. ഓൾ ദ ബെസ്റ്റ്. ഫസ്റ്റ് ഇംപ്രഷൻ അത് കളയല്ലേ. ബെസ്റ്റ് ആക്കിക്കോണം. ഓക്കെ. May I come in? Yes, coming. എന്റെ മാതാവേ, ഡ്രാക്കുള. What?